ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. അത് പറയുമ്പോൾ ഞങ്ങളുടെ മെക്കട്ടേക്ക് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. എന്നാടാ ഇവങ്കല്ല ഇപ്പടി കെ മുരളീധരന്റെ ഹിസ്റ്ററി നോക്കാനല്ല വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയാക്കിയിട്ടുള്ള, കേരളത്തിലെ ആരോഗ്യം നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാർക്കടോ, ഇനി എന്തോന്ന് നാറാൻ താങ്കൾ വിചാരിച്ചത്? ഒരു ഡോക്ടറെ സംബന്ധിച്ച്, ഒരു ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നാളെ എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അദ്ദേഹമാണ് മറുപടി പറയേണ്ടി വരിക. ഇപ്പോൾ സർജറി സമയത്ത് നടത്താതെ ഒരു പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരോടെ ചോദിക്കുക? മന്ത്രിയോടല്ല, ഡിപ്പാർട്ട്മെന്റൽ ഹെഡിനോടാ ചോദിക്കുക. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. പാർട്ടിയുടെ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി അന്നും ഇന്നും സത്യത്തിനോടൊപ്പം മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. വാർത്ത കൊടുക്കുമ്പോ അത് മറക്കണ്ട, അല്ലാണ്ട് വെറുമൊരു മാധ്യമ സിൻഡിക്കേറ്റ് ആകരുത് കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെ പരാജയപ്പെട്ടൊരു മന്ത്രി, ഞാൻ പറയുന്നത് ഡോക്ടർ AR മേനോനെ പോലെ പ്രഗത്ഭമതികൾ കൈകാര്യം ചെയ്ത വകുപ്പിൽ ഈ മന്ത്രി ഒരു അട്ടർ ഫെയിലിയറാണ്. അതുകൊണ്ടല്ല അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. അതിന് പകരം വിമർശിക്കുന്നവരെ പേഴ്സണൽ ഹരാസ്മെന്റ് അത് അവരുടെ സംസ്കാരമായിരിക്കും. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ഞാൻ ആ സംസ്കാരത്തിലേക്ക് വിടുന്നില്ല. കാരണം ഇവിടെ തർക്കം ഞങ്ങൾ തമ്മിലല്ലല്ലോ. ആരോഗ്യ വകുപ്പിന്റെ അനാരോഗ്യത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. അത് പരിഹരിക്കാനുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല. മുഖ്യമന്ത്രിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. സാർ, ഇതിനൊരു കപ്പിത്താനുണ്ട്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ? ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചു തന്നാ മതി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ നടപടി ശരിയല്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കും, അത് തിരുത്തേണ്ടതിന് പകരം ഞങ്ങൾ ചെയ്താണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവിടെ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കൊക്കെ ഉള്ളത്. നിലപാട് എന്താന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. പാർട്ടി ആർക്കൊപ്പമാണ്, ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. പിന്നെ മന്ത്രിയെ പറഞ്ഞിട്ട് കാര്യം അവർക്ക് അത്ര എക്സ്പീരിയൻസ് ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ. ആദ്യത്തേതും അവസാനത്തേതും. കൈ കൊള്ളുന്നത് എന്താ വെച്ചാ എടുത്തോ, എന്നിട്ട് ഇറങ്ങാ.